നമ്മുടെ നാട്ടിൽ ഇത്രയധികം ജ്വല്ലറികളൊക്കെ വരുന്നതിന് മുൻപ് നമ്മളൊക്കെ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെയാണ്? പലരും വീടിനടുത്തൊക്കെയുള്ള നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. കേരളത്തിൽ അത്തരത്തിലുള്ള ഗ്രാമങ്ങൾ പോലും ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ പെരിഞ്ചേരിയിലും വല്ലച്ചിറയിലും വെങ്ങണിശ്ശേരിയിലുമൊക്കെ ഒരുപാട് വീടുകൾ കേന്ദ്രീകരിച്ച് പോലും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. അത്തരം ഗ്രാമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഇപ്പോഴും സ്വർണ്ണപ്പണി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിരവധി വീടുകൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണപ്പണികളൊക്കെ തന്നെ നടന്നിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് വെങ്ങണിശ്ശേരിയിലുള്ള KR ഗോൾഡ് വർക്ക്സിലാണ്. ഇവിടെ ഒരു വീട്ടിലാണ് ഈ ജോലികളൊക്കെ മുൻപ് നടന്നിരുന്നത്. വർഷങ്ങളായുള്ള ഒരു ജോലികളൊക്കെ തന്നെ ചെയ്തിരുന്ന, സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു ഇടമാണ് ഇത്. ഇപ്പോഴത്തെ ഒരു പണിയുടെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു സാമ്പത്തിക സ്ഥിതി ആയാലും അവരുടെ ജോലിയുടെ അവസ്ഥയായാലും അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. തൃശ്ശൂർ വെങ്ങണിശ്ശേരി സ്വദേശിയാണ് കണ്ണഞ്ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. കണ്ണേട്ട, എന്താണ് നിങ്ങളുടെ ഒരു സ്ഥിതി? എങ്ങനെയാണ്? സ്വർണത്തിനൊക്കെ റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ് വില. സ്വർണത്തിൻ്റെ വില ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം കൂടുക കുറയുക. അത് കാരണം ജ്വല്ലറിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും കണ്ണ, കച്ചവടമില്ല. അത് കേട്ട് നമ്മൾ തിരിച്ചു പോരും. ഇവിടെ 7 പേര് ജോലിക്കുണ്ടായിരുന്നതാണ്, ഇപ്പോൾ 3 പേരുള്ളൂ. യൂണിറ്റുകൾ ഇപ്പോൾ പാർലം പഞ്ചായത്തിൽ വളരെ വിരലുമ്മ എണ്ണാവുന്ന മാത്രമായി മാറി. മേഖല തകരാനുള്ള മെയിൻ തുടക്കം മെഷീൻ ചെയിനുകളുടെ വരവാണ്. മെഷീൻ ചെയിനുകൾ കണ്ടമാനം വന്നു. ലൈറ്റ് വെയിറ്റ് വന്നു. അതിൽ ആൾക്കാർക്ക് അത് ഇഷ്ടമായി, ലൈറ്റ് വെയിറ്റായി. അതേ ലൈറ്റ് വെയിറ്റ് ഹാൻഡ് മെയ്ഡ് ഇവിടെ സ്വർണ്ണപ്പണിക്കാർ, നാടൻ പണിക്കാർ കുറേ പേര് പണിയുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് കുറേ ആൾക്കാർ ജോലിക്ക് വന്നിരുന്നു. അവരും നമ്മളൊരു സന്തോഷമായിട്ട് ഒരു കുടുംബം പോലെ എല്ലാവരും ജോലി ചെയ്ത് പോയിരുന്ന മേഖലയാണ്. ബംഗാളികളുടെ അതിപ്രസരം എല്ലാ മേഖലയിലും അവരുണ്ട്, നമ്മളുടെ മേഖലയിലും വന്നു കയറി. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പ് സ്വർണ്ണപ്പണി ചെയ്തിരുന്നവർ ഇപ്പോൾ പെയിന്റ് പണിക്കും അതുപോലെ തന്നെ മരം വെട്ടിനും ഉൾപ്പെടെ മാറി എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. പണ്ടൊക്കെ ഒരുപാട് തിരക്കുണ്ടായിരുന്നതാണ്. ഈ സ്റ്റൂളുകൾക്കൊക്കെ ഒരുപാട് പണിയെടുക്കേണ്ടതാണല്ലേ. ഇപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോ ഭയങ്കര മോശമാണ്. ആൾക്കാർ വിചാരിക്കും സ്വർണ്ണപ്പണിയല്ലേ. സ്വർണം കേൾക്കുമ്പോ നല്ല ശുദ്ധമായ വാക്ക് കനകം പണിയുന്നവർ മുഴുവൻ കടും ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ. ഈ നമ്മുടെ മുമ്പ് ഈ പണിക്ക് വന്നിരുന്ന ആൾക്കാര്, ഒരുപാട് ആൾക്കാര് ഈ ഫീൽഡ് തന്നെ മാറിപ്പോയി. എങ്ങോട്ടാ പോയത്? അവര് ഓരോ മേഖലയിലേക്ക് കേബിളിന്റെ വർക്കിന് പോയവരുണ്ട്. എൻ്റെ അവിടെ നിന്ന് പോയിട്ടുള്ള എത്രയോ ജോലിക്കാര് അവരെന്റെ വിഷമം കണ്ടിട്ട് പോയതാ. കാരണം കണ്ണഞ്ചേട്ടൻ്റെ അടുത്ത് ഇനി പണി ഉണ്ടാവില്ല, എല്ലാവർക്കും തരാനുള്ള പണിയില്ലേ. അപ്പൊ കല്യാണം കഴിക്കാത്തവരൊക്കെ മാറിപ്പോയി. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിലേക്ക്. സ്വർണം കമ്പിയാക്കാനായിട്ട് ഡൈ ചെയ്തിരുന്നു. ഡൈ വർക്ക്സ് എന്നാണ് പറയുന്നത്. ഈ ശബ്ദം ഇത് ഈ നാട്ടിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ശബ്ദം നിലച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഡൈ വർക്ക്സ് ആയിരുന്നത് നമ്മൾ സ്വന്തമായിട്ട് 2000-ന് മുന്നത് വാങ്ങിയതാ. പുറത്ത് പോകുമ്പോൾ നമുക്ക് ഡൈ കമ്പി പിടിച്ച് കിട്ടാൻ വിഷമം കാരണം, ഡൈക്കടകളിലെ തിരക്ക് കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് ഇത് വാങ്ങിയതാണ്. ഇപ്പൊ ഇത് തിരക്കില്ലാതെ കിടക്കുക. വെങ്ങണിശ്ശേരി സെന്ററിനോടനുബന്ധിച്ച് ഒരു 10 എണ്ണം ഇതേപോലത്തെ മെഷീനുകൾ, ഡബിളും ത്രിബിളും ഡൈ അടിക്കുന്ന മെഷീനും എല്ലാം ഉണ്ടായിരുന്നതാ. അവിടെ എല്ലാം തിരക്കായിരുന്നു. പല ജോലികളും പല ഗ്രാമങ്ങളിൽ നിന്നും മൺമറയുന്നത് പോലെ ഇവിടെ സ്വർണ്ണപ്പണിയും ഇല്ലാതാവുകയാണ്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.